സംസ്ഥാനത്ത് ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിൽ ഡിജിപിക്ക് പരാതി നൽകി ABVP. സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യം ചോദ്യപേപ്പറുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നും ABVP പറഞ്ഞു. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർന്നു എന്ന് വിദ്യാഭ്യാസ മന്ത്രി സമ്മതിക്കുന്ന സമയത്തും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു പ്രസ്താവന ഉയർന്നിരുന്നു. വേറൊന്നുമല്ല, ഇതിൽ ചോദ്യം തയ്യാറാക്കിയവരും വിതരണം ചെയ്തവരും ഇതിൽ ഉൾപ്പെട്ടവർ തന്നെയാണ്. കാരണം അല്ലെങ്കിൽ ഇത്തരം ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാകില്ലല്ലോ എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോഴും നമ്മൾ ഓർക്കണം, അതിൽ ഇടത് സംഘടനകളിലെ അംഗങ്ങളും ഈ ഒരു ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിൽ ഉൾപ്പെട്ടിരുന്നു എന്നുള്ളൊരു വിവരം കൂടിയുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് കൂടി ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ? കാരണം ട്യൂഷൻ സെന്റർ, സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾ കേന്ദ്രീകരിച്ചും വാട്സപ്പ് കൂട്ടായ്മകൾ കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണല്ലോ. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സംസ്ഥാനത്ത് ഈ വിഷയം ചർച്ചയാകുമ്പോഴൊന്നും ഇക്കാര്യം വിദ്യാഭ്യാസ മന്ത്രി കണ്ടില്ല എന്നുള്ളൊരു മറുചോദ്യം തന്നെ ഈ വിഷയത്തിൽ ചോദിക്കേണ്ടി വരും. കാരണം കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷ മുതലാണ് പ്രധാനമായും ഈ പാദവാർഷിക പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോരുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ തലപൊക്കി തുടങ്ങിയത്. ചില യൂട്യൂബ് ചാനലുകൾ ഇത് വന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു അന്നത്തെ വിവാദം. ചില സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിലും ഈ ചോദ്യപേപ്പറുകൾ മുന്നേ കിട്ടി എന്നുള്ള വിമർശനങ്ങൾ വന്നു, അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ വന്നു. അത് വലിയ വിവാദമായി. പിന്നീട് അടുത്ത ഓണപരീക്ഷയ്ക്കും സമാനമായ രീതിയിൽ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാകുന്നു. അന്നും ഇതേ രീതിയിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ വിദ്യാഭ്യാസ വകുപ്പിന്റെ അടുത്ത് നിന്ന് വന്നു. അന്ന് വലിയ വിവാദമായതോടുകൂടി താമരശ്ശേരി, കോഴിക്കോട് DDO അടക്കമുള്ളവർ ഇതിൽ അന്വേഷണം വേണമെന്നടക്കമുള്ളത് കാട്ടി വിദ്യാഭ്യാസ വകുപ്പിന് റിപ്പോർട്ട് നൽകുന്ന സാഹചര്യം ഉണ്ടായി. അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരുന്നു. അന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് നൽകി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ശുപാർശ നൽകി എന്നുള്ളതായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെയൊക്കെയുള്ള വലിയ അവകാശവാദം എന്നത് പിന്നീട് ഇപ്പോൾ പോലീസ് വരെ നിഷേധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ തുടർച്ചയായി വീഴ്ചകൾ ഉണ്ടാകുന്നു. ആ വീഴ്ചകൾക്ക് പിന്നിൽ ആരാണ് എന്നുള്ളത് വിദ്യാഭ്യാസ മന്ത്രിക്കും അറിയാം. അപ്പോൾ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിൽ ഇപ്പോൾ പാഠപുസ്തക സമിതിയിലടക്കമുള്ള ഇടതുപക്ഷ അധ്യാപക സംഘടനാ നേതാക്കളുടെ അപ്രമാദിത്വമൊക്കെ ഈ വിഷയത്തിൽ ചർച്ചയാകേണ്ടതുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ തന്നെ ഇതിൽ പങ്കെടുക്കുന്നു എന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയാം. ഇപ്പോൾ 3 ഇൻസിഡന്റുകൾ ഉണ്ടായിരിക്കുന്നു. എന്തുകൊണ്ട് ഇവർക്കെതിരെ ശക്തമായ ഒരു നടപടി സ്വീകരിച്ചില്ല എന്നുള്ള ചോദ്യമുണ്ട്. ഇത്തരം ഉദ്യോഗസ്ഥർ, ഇത്തരം ജീവനക്കാർ വിദ്യാഭ്യാസ വകുപ്പിൽ ഉണ്ട് എങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും അവരാരാണെന്നുള്ളത് പൊതുസമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. കാര്യങ്ങളൊന്നും നടപടി ഉണ്ടായിട്ടില്ല, തുടർ വീഴ്ചകൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരുന്നത്. കൃത്യമായ ഒരു അന്വേഷണം നടന്നിട്ടില്ല, കൃത്യമായ പരിശോധനകൾ നടന്നിട്ടില്ല. ഈ ചോദ്യപേപ്പറുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള യാതൊരു നടപടിയും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതെല്ലാം ഒരു യാഥാർത്ഥ്യമാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ABVP ഇപ്പോൾ ഒരു DGPക്ക് ഒരു ശക്തമായ പരാതി ആവശ്യപ്പെട്ടുകൊണ്ട്, സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു പരാതി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ചോദ്യപേപ്പറുകളുടെ സുരക്ഷയും അത് കൈകാര്യം ചെയ്യുന്നതിലെ രഹസ്യാത്മകതയും ഉയർത്താനുള്ള നടപടികളും ഉണ്ടാകണമെന്ന് DGPയോട് ഇപ്പോൾ ABVP ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ABVPയുടെ ദേശീയ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം യദു കൃഷ്ണൻ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും ABVP ആവശ്യപ്പെടുന്നത് പോലെ തന്നെയാണ് കൃത്യമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇത്രയും കാലം ഈ വിഷയത്തിൽ പരിശോധനകൾ നടക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നും വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കണം. ഇപ്പോൾ 3 പാദവാർഷിക പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോർന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അപ്പോൾ ഇതിനു മുൻപും ഈ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളും ഈ രീതിയിൽ ചോരുന്നൊരവസ്ഥയുണ്ടായാൽ സംസ്ഥാനത്തെ ഈ നടക്കുന്ന പരീക്ഷാ നടത്തിപ്പിന്റെയൊക്കെ ഒരു രഹസ്യാത്മകതയും അതിൻ്റെയൊക്കെ ഒരു ഗൗരവവും പൂർണ്ണമായി ഇല്ലാതാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോഴും ആരോപണങ്ങൾ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് ഇടതുപക്ഷ അധ്യാപക സംഘടനകളാണ് ഈ പാഠപുസ്തക സമിതിയിലൊക്കെ കൂടുതലുള്ളത്. അവരുടെ പ്രവർത്തകരാണ് കൂടുതലും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് എന്നുള്ള ആരോപണങ്ങൾ വന്നു കഴിഞ്ഞു. അക്കാര്യങ്ങളിൽ പരിശോധന നടക്കുമെന്നുള്ള ചോദ്യം ബാക്കിയാണ്. നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് പോലീസിനടക്കം ക്രൈംബ്രാഞ്ച് അന്വേഷണമടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ശുപാർശകൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതിലെന്തുകൊണ്ട് നടപടി ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത്തരം ശുപാർശകൾ നൽകിയിട്ടില്ല തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾക്കും വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രിയും ഉത്തരം നൽകേണ്ടതുണ്ട്. ദേവിക, ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിൽ DGPക്ക് പരാതി നൽകിയിരിക്കുകയാണ് ABVP. സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. ചോദ്യപേപ്പറുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നും ABVP ആവശ്യപ്പെട്ടു. പ്രജിത്ത് മോഹനനാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്.